ഓക്കെ. ബസ്സാണോ അല്ലേ? പ്രൈവറ്റ് ബസ്സുകാരെ കുറിച്ച് സാധാരണ കേൾക്കുന്ന പരാതി അവർ ഓവർ സ്പീഡ് ചെയ്യുന്നു, വണ്ടി കൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനൊക്കെ ഒരു മാറ്റം അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോഴുള്ള നമ്മുടെ കേരളത്തിലെ സ്വകാര്യ ബസ് ജീവനക്കാരും ഉടമകളും ആ ഇതേപോലെ ഫസ്റ്റ് എയ്ഡ് ആ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ആ പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് അങ്ങനെ പല കേസുകളും ഞങ്ങളുടെ ബസ്സുകൾ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു, ഫസ്റ്റ് എയ്ഡ് കൊടുത്തു, CPR കൊടുക്കുന്ന അങ്ങനെ ഒരു അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുകയാണോ? അല്ല, അങ്ങനെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്ത് എല്ലാ ബസ് തൊഴിലാളികൾക്കും അതിനുവേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ ക്ലാസ്സുകൾ കൊടുക്കാൻ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഈ അവരുടെ ഈ ചിലരൊക്കെ അമിത വേഗത്തിൽ പോകുമല്ലോ, അത് നിയന്ത്രിക്കാൻ നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? തീർച്ചയായിട്ടും അമിതവേഗം എന്ന് പറഞ്ഞ് ഞങ്ങളെ എപ്പോഴും അറ്റാക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓടിയെത്തണ്ടേ? അല്ല, കുറച്ച് സമയമല്ലേ ഉള്ളൂ. അല്ല അതല്ല സാറേ, നമ്മളെ സംബന്ധിച്ച് ഞങ്ങളൊരു സർവീസാണ്. പക്ഷെ ആ ഒരു പ്രൊമോഷൻ നമുക്ക് കിട്ടുന്നില്ല. ജനങ്ങൾക്ക് മാക്സിമം നല്ല സർവീസ് കൊടുക്കാനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. പക്ഷെ ആ ഒരു പ്രൊമോഷൻ ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടി അല്ല കിട്ടിയിട്ടില്ലാതെ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ കണക്ക് പറയുമ്പോ തന്നെ സാറിന് എന്തായാലും മനസ്സിലാവും. എനിക്ക് മനസ്സിലായി. കാരണം നമ്മളിപ്പോ ഗവൺമെന്റ് പോലും നമ്മളെ എന്നാൽ ഏറ്റവും കൂടുതൽ സർക്കാർ വരുമാനം ഉണ്ടാക്കുന്ന ഒരു വ്യവസായമാണ്. പിന്നെ പുറത്തു പറയത്തില്ല. ഞാൻ ഒരു സ്വകാര്യം പറയാം, TV ചാനലും ഇല്ലാതായിക്കൊണ്ടിരിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.